ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്ന് ഒരു കോളിഫ്ലവറായിട്ട് ഗോബി മഞ്ചൂരിയൻ്റെ ഒരു വീഡിയോ ഇട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കണത്. അപ്പം അതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി ഒന്നാകുമ്പോൾ പിന്നെ ഞാനും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് കഷ്ണാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ തിരക്ക് ഒക്കെ ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കമൻറ്റുകളൊന്നും എനിക്ക് ഇടാൻ പറ്റണില്ല കേട്ടോ. അപ്പം ഞാൻ കമൻറ്റൊക്കെ ഒന്ന് കമൻറ്റിൻ്റെ എഴുത്തുകളൊക്കെ ഒന്ന് കുറച്ചിരിക്കിയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും വീഡിയോ ഞാൻ കണ്ടിട്ട് തന്നെ കേട്ടോ ഞാൻ കമൻറ്റ് ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തിരക്കൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. തിരക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ ഞാൻ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നല്ല കുറച്ച് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മുഴുവൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഗ്യാസുമ്മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പൊരിക്കുമ്പോൾ ഉപ്പ് അങ്ങനെ ഉള്ളിലൊന്നും കയറില്ലല്ലോ. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഒരു മസാല ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടീസ്പൂണ് അരിപ്പൊടിയും ഒരു 1.5 ടീസ്പൂണ് പിരിയമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് മസാല തേക്കാനാണ് കേട്ടോ. അതിൽ ഞാൻ ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ഒന്ന് മസാല തേച്ചെടുക്കണം. മസാല തേച്ചിട്ട് വെക്കൊന്നും വേണ്ട കേട്ടോ. വേഗം പൊരിച്ചെടുക്കുക. പിന്നെ രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഞാൻ കൊട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മിക്സ് ചെയ്ത് എടുത്തുമ്പോൾ തന്നെ ഇത് നമുക്ക് പൊരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതിൽ ഒരു 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുത്തത്. നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാമല്ലോ. പിന്നെ ഞാൻ ഒരു സോയാ സോസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെയൊക്കെ ചെയ്തുണ്ടാക്കാനൊക്കെ കേട്ടോ. എന്നിട്ട് അന്ന് കേട്ടോ 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ആ സാധനം എക്സ്പയറായി ഇരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ പിന്നെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ സോയാ സോസ് ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുരുമുളക് പൊടി കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലുള്ള ആ ഒരു നാടൻ രീതിയിലുള്ള കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 3 പ്രാവശ്യമായിട്ട് നമ്മളെ കോളിഫ്ലവറൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ കൂടെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ ഓയിലിൽ. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ കോളിഫ്ലവറൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഞാനിതൊരു കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാട്ടോ. നമുക്ക് ചപ്പാത്തിയിലേക്ക് ഗ്രേവി വേണമല്ലോ. അത് കാരണം കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ആ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആ ഉപ്പ് നമുക്ക് ഈ സവോളയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, എരിവിന് ഒരു പച്ചമുളക് കേട്ടോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു കാപ്സിക്കം മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആദ്യം തന്നെ ഇടാത്തത്
ആ പച്ച കളറൊക്കെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണ് കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. എരിവിന് പച്ചമുളകും കുരുമുളകും കേട്ടോ. പിന്നെ നമ്മൾ മുളകിൽ പൊരിച്ചെടുത്തതാണല്ലോ, അപ്പോൾ അത് കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോസാണ് കേട്ടോ. തക്കാളി ഒരു 3 ടേബിൾ സ്പൂണ് 3-4 ടേബിൾ സ്പൂണ് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഞാനൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്രേവി വേണമല്ലോ, അതിന് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ അതും കലക്കി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പച്ചമുളകും ഉണ്ടല്ലോ. അപ്പം നമ്മൾ പൊരിച്ച് വെച്ച കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായാൽ നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഇതിന് നിന്നാൽ നമുക്ക് വേറൊരു പണി നടക്കില്ല കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മളെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്താനും ഇതിനൊന്നും സമയമില്ല കേട്ടോ ഇതിനൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി ആട്ടാന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഈ പാക്കറ്റ് ചപ്പാത്തിയുടെ കൂടെ ചൂടോടക്കനെ ഈ ഒരു ഗ്രേവിയും കൂടി ആയപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ചപ്പാത്തി ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഈ പാക്കറ്റ് ചപ്പാത്തി ഒരു രസമല്ലേ, നല്ല സൂപ്പർ സാധനം കേട്ടോ ഈ പാക്കറ്റ് ചപ്പാത്തി. അപ്പോൾ അത് ഒരു പാക്കറ്റിൽ 10 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്ത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയല്ലോ കേട്ടോ കൂട്ടുകാരെ. പിന്നെ കൂട്ടുകാർക്ക് അറിയാലോ, ഇപ്പം എൻ്റെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ഈ ഡേ മൈ ലൈഫൊന്നും ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇടാനും ഒന്നും പറ്റാത്ത കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വീഡിയോ ആകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിടാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ദിവസം ഇട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ.